സത്യസന്ധമായ വാർത്തകൾ വിറ്റ് ജീവിക്കേണ്ട മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനവും ഇന്ന് ആർക്കൊക്കെയോ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആരൊക്കെയോ പറയുന്നത് പോലെയാണ് ഓരോ മാധ്യമ സ്ഥാപനത്തിൻ്റെയും എഡിറ്റോറിയൽ പോളിസി. മാധ്യമ പ്രവർത്തകനായ വേണു ബാലകൃഷ്ണൻ ഇപ്പോൾ ഒരു വലിയ ആശങ്കയിലാണ്. എന്താണ് ആശങ്കയുടെ കാരണമെന്നറിഞ്ഞാൽ ചിലപ്പോൾ ഹിന്ദുക്കൾ തന്നെ വേണുഗോപാലകൃഷ്ണനെ പഞ്ഞിക്കിടും. മറ്റൊന്നുമല്ല, വേണുഗോപാലകൃഷ്ണൻ പറയുന്നത് സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നതിനെ കുറിച്ചാണ്. അമ്പലങ്ങളിൽ സ്ത്രീകളൊക്കെ പോകുന്നത് ഒരുതരം ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് വേണുഗോപാലകൃഷ്ണൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശബരിമല സമരകാലത്ത് ചേട്ടനും അനിയനും കൂടി മരുതൻകുഴി ദേവീക്ഷേത്രത്തിൽ നിന്നും കെട്ടും കെട്ടി ശബരിമലയിലേക്ക് പോയത് ഏത് അജണ്ടയുടെ ഭാഗമായിരുന്നു? സ്വയം വിശ്വാസിയായി തുടരുകയും മറ്റുള്ളവരുടെ മുന്നിൽ അവിശ്വാസിയാണെന്ന് ഭാവിക്കുകയും ചാനൽ വഴി ഇങ്ങനെ ക്ഷേത്രത്തെയും ആചാരങ്ങളെയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് ആരുടെ അജണ്ടയാണ്? ആരുടെയെങ്കിലും ഏജന്റായാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കേണ്ടത് ഇരിക്കുന്നു. വേണു പറയുന്നത് അമ്പലങ്ങളിൽ സ്ത്രീകൾ പതിവായി പോകുന്നതും അവിടെ മുടങ്ങാതെ അന്നദാനം നടക്കുന്നതും വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് മാധ്യമപ്രവർത്തകനായ വേണു ബാലകൃഷ്ണന്റെ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്, സമൂഹ മാധ്യമങ്ങളിലടക്കം. ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും അന്നദാനം നടത്തുന്നത് ഹിന്ദുത്വ വിഭാഗത്തിന്റെ ഒരു വലിയ പ്രൊജക്റ്റാണ് എന്നാണ് വേണു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞത്. ധാരാളം പ്രായമായ സ്ത്രീകളുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അവർക്ക് ദിവസവും മുഴുവൻ ഒരു ദിവസം മുഴുവനും അമ്പലങ്ങളിൽ ഇരിക്കാൻ പറ്റുന്ന പല പരിപാടികൾ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് വേണുവിന്റെ കണ്ടുപിടുത്തം. രാവിലെ പ്രാതൽ, ഉച്ചയ്ക്ക് ആഹാരം, വൈകിട്ട് ചായ, രാത്രി ഭക്ഷണം, അങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീകളെ പിടിച്ച് അമ്പലത്തിൽ ഇരുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് വേണു ബാലകൃഷ്ണൻ പറയുന്നത്. അമ്പലത്തിന്റെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു വിഭാഗത്തിന് മാത്രം ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ഇവർക്ക് ദീർഘയാത്രകൾ ഒരുക്കുന്നു, അതും ചെറിയ പൈസയ്ക്ക് മറ്റ് അമ്പലങ്ങളിലേക്ക് പോകാനായിട്ട്. അമ്പലത്തിലേക്ക് പോകുന്നത് മാത്രമാണ് ജീവിത രീതി എന്നാണ് ചുരുക്കുന്നത്. ഒരു കൂട്ടായ്മ എന്നത് ഒരു വിശ്വാസമുള്ള ആളുകളുടെ കൂട്ടായി മാത്രമായി മാറുന്നതാണ്. അങ്ങനെയാണ് വേണുവിൻ്റെ പറച്ചിൽ. വേണു എന്താണ് സംസാരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. വേണു ഇത് പറഞ്ഞതിന് ശേഷം ആ ചാനൽ ചർച്ചയിലിരുന്ന് എല്ലാവരും വാ തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതായത് വേണു എന്താണ് പറയുന്നത്, വേണു എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണോ പറയുന്നത്, ബോധമില്ലാത്ത പോലെ ആണ് വേണു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ചീഫ് എഡിറ്റർ സുജയ പാർവതിയുടെയൊക്കെ ഫേസ് കണ്ടപ്പോൾ തന്നെ വായും തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ചാനലിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണോ വേണു ഇത്തരം വിഡിത്തങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം ഉത്സവ സമയങ്ങളിൽ മാത്രമാണ് ക്ഷേത്രത്തിലൊക്കെ അന്നദാനങ്ങൾ നടത്തി വരാറുള്ളൂ. ചെറിയ ക്ഷേത്രങ്ങൾ, അതായത് ഒരു 100% എടുത്തു കഴിഞ്ഞാൽ ഒരു 20% ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് സാമ്പത്തികമായി കുറച്ചെങ്കിലും നല്ല രീതിയിൽ പോകുന്നത്. ബാക്കി എല്ലാം ക്ഷേത്രത്തിൽ പോലും കൃത്യമായി കാണിക്ക പോലും കിട്ടാറില്ല. അത് കാണിക്ക വെഞ്ച് തുറന്നു നോക്കുമ്പോൾ പോലും അതിനകത്ത് ഒരു 10, 20, 100 രൂപ കിട്ടിയാലായി എന്ന അവസ്ഥയിലാണ് പോകുന്നത്. ഉത്സവം നടക്കുമ്പോൾ പോലും സ്പോൺസർമാരും ഈ നാനാ ഭാഗങ്ങളിലുള്ള ഹിന്ദുക്കളൊക്കെ പണം പിരിച്ച് നൽകുന്നത് വെച്ചിട്ടാണ് അന്നദാനങ്ങളുമൊക്കെ നടത്താറുള്ളത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ആകെ ഗുരുവായൂർ ക്ഷേത്രം മാത്രമാണ് അന്നദാനം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഉള്ളത്. അത് കഴിച്ചിട്ടാണ് കുറച്ച് ആളുകളുടെയെങ്കിലും വയറ് നിറയുന്നത്. ഈ വലിയ ക്ഷേത്രങ്ങളിൽ മാത്രം എല്ലാ ദിവസവുമൊക്കെ അങ്ങനെ അന്നദാനങ്ങൾ കാണാറുണ്ടാകില്ല. ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് അന്നദാനം ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും ഉണ്ട്. ഗുരുവായൂർ എടുത്തു കഴിഞ്ഞാലും ഉണ്ട്. മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിലൊന്നും തന്നെ അന്നദാനം അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ കൊടുക്കുന്നത് അവിടുത്തെ ഭഗവാന് നിവേദിച്ച പ്രസാദമാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കാറുള്ളത്. അല്ലാതെ ഈ വലിയ അന്നദാനം ആഘോഷമായിട്ട് ഈ ബൊഫേ സംവിധാനം ഒന്നും തന്നെ ഒരു ക്ഷേത്രത്തിലും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഇടത് ജിഹാദികളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ സംതൃപ്തിപ്പെടുത്താനാണോ വേണു ഇങ്ങനെ ഒരു പറച്ചിൽ വന്നതെന്ന് എനിക്കറിയില്ല. വിഷുദിനത്തിൽ കൃഷ്ണൻ മന്തി കഴിക്കുന്ന ഫോട്ടോയും ചിക്കൻ കറി വിളമ്പുന്ന ഫോട്ടോയും ഒക്കെ ഇട്ട് ചില ജിഹാദി കൂട്ടങ്ങൾ പോസ്റ്ററൊക്കെ അടിച്ചു വിട്ടിരുന്നു. ഇനി അതിൻ്റെ ഒരു അജണ്ട പിടിച്ചിട്ടാണോ ഈ വേണു ബാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഒരു സംശയമുണ്ട്.
കാരണം ആ വഴിയിലേക്കാണ് വേണു പോകുന്നത് എന്നൊരു സംശയമാണ് ഉള്ളത്. ഇപ്പോൾ എന്തായാലും വേണുവിൻ്റെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ പരാമർശത്തിനെതിരെ നിരവധി ഹിന്ദു വിശ്വാസികളാണ് വേണുവിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രംഗത്തേക്ക് എത്തിയത്. ഹിന്ദുവിൻ്റെ വിയർപ്പാണ് ക്ഷേത്രത്തിൽ വരുന്ന പണം, അല്ലാതെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണമല്ല എന്നാണ് ചിലർ ഇതിനെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നത്. എന്തായാലും വേണു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദിലായതുകൊണ്ട് തന്നെ ഹിന്ദുത്വ സംഘടനകളൊന്നും തന്നെ പ്രതിഷേധമായിട്ട് ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പോവില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ മിക്കവാറും ഒരു പ്രതിഷേധ മാർച്ചൊക്കെ ഇതിനെതിരെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഭക്തി വേണം. ഒളിച്ചും പാത്തുമൊക്കെ ഒരു ഭക്തി ചെയ്യുകയും ചെയ്യും. CPM സഖാക്കളെ പോലെ ഒളിച്ചും പാത്തുമൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരികയും ചെയ്യും, സൂര്യൻ അസ്തമിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരികയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വേണു ഇപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ ആരെ സന്തോഷിപ്പിക്കാനാണ് അല്ലെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്താനാണ് എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ.